അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ആദ്യം ഇട്ടിട്ടുള്ള പഠനം എങ്ങനെ എളുപ്പത്തിലാക്കാം എന്നുള്ള വീഡിയോയുടെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ്. അപ്പോൾ അതിന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്നുകൂടെ ക്ലാരിറ്റി ചെയ്ത് പറയാന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഈ വീഡിയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഉറക്കം വരുന്നവർ, മൊബൈൽ ഫോൺ നോക്കാൻ തോന്നുന്നവർ, വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരുന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കലും നിങ്ങൾക്കൊരു മാജിക് ട്രിക്കോ നിങ്ങൾക്ക് എളുപ്പ വഴികളോ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ പഠിക്കുന്ന അതേ കാര്യങ്ങളെ തന്നെ നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി, ഒരു പക്വതയില്ലാത്ത പറയുന്നതെല്ലാം അങ്ങോട്ട് ഫീഡ് ചെയ്യുന്ന ഒരു യന്ത്രത്തെ പോലെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിന് ബോറടിക്കും. അതായത് നമ്മളിപ്പം ഒരു 4 മണിക്കൂർ നിരത്തി പിടിച്ചുകൊണ്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ടയേർഡാവും, ബ്രെയിന് ബോറടിക്കും, പിന്നെ ബ്രെയിൻ ഒന്നും തലയിലോട്ട് കയറ്റില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഈ പഠിച്ച 4 മണിക്കൂറിൽ മേബി 30 മിനിറ്റ് പഠിച്ച കാര്യങ്ങൾ പോലും നമുക്ക് ഈ തലയിൽ കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രെയിനെ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം, അതിപ്പോൾ ഒരു ഹാളായിക്കോട്ടെ, നിങ്ങളുടെ റൂം ആയിക്കോട്ടെ, എവിടെ ആയിരുന്നാലും ഒരു മേശ, ഒരു ചെയർ, കുറച്ച് ബുക്കുകൾ, അതായത് ഒരു സ്റ്റഡി റൂമിന് ഒരു പഠിക്കാനിരിക്കുന്നതിൻ്റെ ആ ഒരു എൻവയോൺമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഡെയിലി നിങ്ങൾ അവിടെ ഇരുന്ന് മാത്രമേ പഠിക്കുകയും ചെയ്യാവൂ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടേബിള്, ബുക്ക്, പേന, ഇത് മാത്രമല്ല, സ്മെല്ല്, നമ്മളവിടെ ഇരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാനിരിക്കുന്ന സൈഡിൽ എൻ്റെ വാളിൽ ഞാൻ കുറേ സ്റ്റിക്കി നോട്ടിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം മേബി. പക്ഷേ എൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ സ്മെല്ല്, ചുറ്റുമുള്ള കാഴ്ചകൾ, സൈലൻസ്, ഇതെല്ലാം മെയിൻ റീസണാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി അത് തന്നെ ആ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ പിന്നെ ആ സൈഡുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആവും. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ വർക്ക് ചെയ്തോളൂ. നമ്മൾ പഠിക്കാനുള്ള എൻവയോൺമെന്റിലായിരിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അതിലോട്ട് തന്നെ വർക്ക് ചെയ്തോളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ എൻവയോൺമെന്റ് വരുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഫ്രഷ് ആയിരിക്കുക. ബോഡി ഫ്രഷ് ആകുമ്പോഴത്തേക്കും ബ്രെയിനും ഫ്രഷ് ആവും. ബോഡി ടയേർഡായ ബ്രെയിനും ടയേർഡാവും. അത്രേ ഉള്ളൂ, സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒന്ന് കുളിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കിയിട്ട് വന്നിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം. അല്ലാതെ ജസ്റ്റ് കളിച്ച ഉടനെ വന്ന് കയറിയിരുന്ന് പഠിക്കാനോ വേറെ ആരെങ്കിലും സംസാരിച്ചിട്ട് പെട്ടെന്ന് കയറിയിരുന്ന് വന്ന് പഠിക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടൈം എടുക്കുക, കുളിച്ച് ഒന്ന് റെഡിയായി ഒന്ന് വൃത്തിയായി വന്നിരുന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ബ്രെയിൻ അതിലോട്ട് കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് സെറ്റപ്പ് എല്ലാം ആയിക്കഴിഞ്ഞു, ബ്രെയിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ആയിക്കഴിഞ്ഞു, ബ്രെയിനെ നമുക്ക് ഈ സ്റ്റഡിയിലോട്ട് കൊണ്ടുവരാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ആ സെറ്റ് ചെയ്ത ബ്രെയിനിനെ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ 4 മണിക്കൂറാണ് ഇരുന്ന് പഠിക്കുന്നതെന്ന് വെക്കുക. നിങ്ങൾ ഈ 4 മണിക്കൂറിൽ ഓരോ 20 മിനിറ്റ് വീതം പഠിക്കുക. മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 5-10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. 10 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അടുത്ത 20 മിനിറ്റ് പഠിക്കുക, അടുത്ത 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അടുത്ത 20 മിനിറ്റ് പഠിക്കുക, അടുത്ത 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ ഈ ഒരു പഠനം ബ്രേക്ക് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചൊരു റിഫ്രഷ് ആവും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 20 മിനിറ്റ് പഠിക്കുന്ന കാര്യം അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കലും ഈ ടൈമിൽ ഫോൺ എടുക്കാൻ പാടില്ല. നിങ്ങൾ ഈ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുകയോ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്യുക. ഈ ടൈമിൽ ബ്രെയിൻ അത്രയ്ക്ക് അങ്ങ് ബോറടിക്കത്തില്ല. മനസ്സിലായില്ലേ? ഡെയിലി നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഇതിന് നമ്മൾ പൊമറോഡോ എഫക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് റീകോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പഠിച്ചു, ഈ ദിവസം പഠിക്കുന്നത് പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് ഒന്നുകൂടെ ഇരുന്ന് പഠിക്കുക. സെയിം കാര്യം തന്നെ. ഇന്നിരുന്ന് പഠിക്കുന്ന കാര്യം ഒന്നുകൂടെ ഇരുന്ന് പഠിക്കുക. പിന്നെ ഒരു 2 ദിവസം ഇടവിട്ട് ഒന്നുകൂടെ ഇരുന്ന് പഠിക്കുക. അതാകുമ്പോൾ ഒരാഴ്ച തന്നെ നമ്മൾ 3 തവണ അത് റീകോൾ ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സാധനം ഒന്നുകൂടെ പുറത്തെടുത്ത് നമ്മൾ ഒന്നുകൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാറുള്ളത്, വെറുതെ എഴുതിയും വായിച്ചും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നമ്മുടെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. വെറുതെ നമ്മൾ എഴുതിയും വായിച്ചെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കത് മനസ്സിൽ നിൽക്കുമായിരിക്കും. അല്ലാതെ ഒരിക്കലും നമുക്കത് മനസ്സിൽ നിൽക്കത്തില്ല. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുക. അതായത് നിങ്ങളിപ്പം
എത്രയാണോ നിങ്ങളിപ്പോൾ ഒരു പേജ് പഠിച്ചെന്ന് നോക്കി, നിങ്ങളത് വായിച്ച് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ എഴുതിയും വായിച്ച് പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഒരു പേഴ്സൺ, നിങ്ങൾക്ക് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് നാണക്കേടില്ലെങ്കിൽ അവരെ പഠിപ്പിക്കാം, ചേച്ചി ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാം, ചേട്ടനുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാം. അത് നിങ്ങളൊരു ഒബ്ജക്റ്റ് നോക്കി നിങ്ങൾക്ക് പഠിപ്പിക്കാം. നിങ്ങളെ തന്നെ ഒരു കണ്ണാടി നോക്കി നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതായത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് അത് കുറെ കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ആവും. അതുകൊണ്ടാണ് ഈ PSC UPSC ഒക്കെ പഠിക്കുന്ന കൂടുതൽ ആൾക്കാരും പഠിപ്പിക്കുക, ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിക്കാനും കൂടെ പോകുന്നത്. കാരണം അവർക്കും അത് ഉപയോഗമാണ്. നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരാളെ പഠിപ്പിച്ചും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡിലോട്ട് അത് കയറി വരും. കാരണം അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത്രയും നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മളത് റീകോൾ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ ഞാൻ കുറേ നേരമായിട്ട് പറയുന്നു പഠിക്കുക എന്ന്. ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ ദിവസം ഇരുന്ന ഒരു ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൊഡ്യൂൾ ഫുള്ള് പഠിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ കുഞ്ഞു ഗോളുകൾ സെറ്റ് ചെയ്യുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിനെ നിങ്ങളൊരു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിസിക്സിലാണെങ്കിൽ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗലീലിയോടെ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് നിയമം വരെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കായിട്ട് എടുക്കാം. അടുത്ത് കഴിഞ്ഞ് അത് തൊട്ട് ഇനി മൊമെന്റം വരെ അടുത്ത ടോപ്പിക്കായിട്ട് എടുക്കാം, സെക്കൻഡ് ലോ അടുത്ത ടോപ്പിക്കായിട്ട് എടുക്കാം. ഇങ്ങനെ കുഞ്ഞു ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കുകൾ പഠിപ്പിക്കുകയും ആ ടോപ്പിക്കുകൾ റീകോൾ ചെയ്യുകയും ആ ടോപ്പിക്കുകൾ റിപ്പീറ്റേഷൻ ചെയ്യുകയും ചെയ്യുക. അത്രേ ഉള്ളൂ. അതായത് വലിയൊരു ഗോൾ വെക്കുന്നേക്കാൾ കുഞ്ഞു ഗോളുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി പോവുക. അപ്പൊ ഞാൻ എന്തോന്നൊക്കെ പറഞ്ഞു, സ്റ്റഡി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങളൊരു സ്റ്റഡി റൂം, അതിനകത്തൊരു സ്റ്റഡി ടേബിള്, ഒരു ചെയർ, കൂട്ടത്തിൽ നിങ്ങൾക്ക് വാളിൽ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ടുകൾ നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ബോഡി ആക്റ്റീവായിട്ട് എനിക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും ബ്രെയിനും ഫ്രഷ് ആവും. ബോഡി എങ്ങനെയാണോ അത് കണക്കാണ് ബ്രെയിൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊമറോഡോ എഫക്റ്റ്. കാരണം ഇന്റർവെല്ലിട്ട് പഠിക്കുക, 20 മിനിറ്റ് 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ഗ്യാപ്പ്, 20-25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ഗ്യാപ്പ്, അങ്ങനെ ഒരു 4 സെറ്റ് പോയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ള കാര്യങ്ങൾ വെച്ചാൽ ഒരിക്കലും നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുള്ള റിപ്പീറ്റേഷൻ. അതായത് ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ പഠിക്കുക, ഒരു 3 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ പഠിക്കുക, അങ്ങനത്തത്. പിന്നെ ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ബുക്കൊക്കെ അടച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. കൂട്ടത്തിൽ നമുക്ക് ഒരാളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യാം. പിന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചാൽ മൈക്രോ ഗോൾസ്, കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് തിരിക്കുക. കുഞ്ഞു ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ഈ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്കത് തറവായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 മണിക്കൂർ എഫക്റ്റീവ് അല്ലാത്ത ഈ 4 മണിക്കൂറിനെ നമുക്കൊരു എഫക്റ്റീവ് ഉള്ള 3 മണിക്കൂർ നമുക്കാക്കി ചുരുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും. ഞാൻ പിന്നെയും പറയുന്നു, ഇത് ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം ഫോളോ ചെയ്തത് കൊണ്ടോ 2 ദിവസം ഫോളോ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ പോകില്ല. നിങ്ങൾ ഒന്നുകിൽ മിനിമം ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. എന്തായാലും കിട്ടും, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. എന്തായാലും കിട്ടും. എന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി.